CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. മലിനജലം കാനയിലേക്ക് ഒഴുക്കിവിട്ട ചാവക്കാട് നഗരസഭയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശുചിമുറി മാലിന്യം ചാവക്കാട് നഗരസഭയുടെ വാഹനം ഉപയോഗിച്ച് സംസ്കരിച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് BJP അംഗങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചർച്ച അനുവദിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് കൗൺസിലർ VK സുജിത് നടുത്തളത്തിലിറങ്ങി കുത്തിയിരുന്നു. ലോഡ്ജിലെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാനെത്തിയ ചാവക്കാട് നഗരസഭയുടെ വാഹനം ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തുന്ന പ്രചരണം അസംബന്ധമാണെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് പറഞ്ഞു. ഗുരുവായൂരിൽ ശുചിമുറി മാലിന്യം പൊതുനിരത്തിലെ കാനയിലേക്ക് ഒഴുകിയത് CPIM-ന്റെ ഒത്താശയോടെയാണെന്നാരോപിച്ച് BJP പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അയൽവാസിയെ ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ചയാൾ അറസ്റ്റിൽ. ചാവക്കാട് തെക്കേ മദ്രസ ബീച്ചിൽ താമസിക്കുന്ന ചങ്ങാശ്ശേരി സുലൈമാൻ മകൻ മുത്തു എന്ന് വിളിക്കുന്ന 40 വയസ്സുള്ള മുസ്തഫയാണ് അറസ്റ്റിലായത്. ചൊവ്വന്നൂർ പന്തല്ലൂരിൽ ഭാര്യയെയും മക്കളെയും ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പന്തല്ലൂർ സ്വദേശി 38 വയസ്സുള്ള വിനീഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളത്ത് 16 വയസ്സുകാരനായ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തി. സംഭവത്തിൽ കൊല്ലം സ്വദേശി 40 വയസ്സുള്ള ഷമീറിനെ അറസ്റ്റ് ചെയ്തു. പ്രതി കുട്ടിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിലൂടെ. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പോലീസിന്റെയും നാട്ടുകാരുടെയും അവസരോചിതമായ ഇടപെടലിൽ യുവാവിനെ രക്ഷപ്പെടുത്തി. അക്കിക്കാവ് സ്വദേശി മുത്തുവാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് 37 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ. വാടനപ്പള്ളി ബീച്ച് സ്വദേശി 34 വയസ്സുള്ള തറയിൽ ബിനീഷിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S. ലിഷ ശിക്ഷിച്ചത്. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രവാസി സുഹൃത്തുക്കളുടെ സംഗമം സംഘടിപ്പിക്കുന്നു. 11-ാം തീയതി CSI ഹെറിറ്റേജിൽ നടക്കുന്ന സംഗമം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കായിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ സ്പോർട്സ് ഡിവിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പ് നൽകുന്ന സ്പോർട്സ് കിറ്റ് വിതരണവും സ്കൂൾ ഫുട്ബോൾ ടീം ജേഴ്സി പ്രകാശനവും നടന്നു. കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന അർണോസ് ഭവനം സംരക്ഷിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ വേലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യവും പഠന നിലവാരവും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വികസന സമിതി രൂപീകരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിന്റെ മുറ്റത്തുനിന്ന് പാമ്പിൻ കുഞ്ഞിനെ പിടികൂടി. സൈക്കിൾ ഷെഡിന് സമീപം ടൈൽ വിരിച്ച ഭാഗത്തുനിന്നാണ് പാമ്പിനെ പിടികൂടിയത്. കുന്നംകുളം മലങ്കര മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ലോക മുലയൂട്ടൽ വാരാചരണം നടത്തി. സംസ്ഥാന തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ അക്കിക്കാവ് സ്വദേശിനി ഇഷിക രഞ്ജീഷ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. കരിക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഇല്ലം നിറ ബുധനാഴ്ച നടക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.